hide. I've tried and tried a million times. Cross my heart and hope to die. Welcome to my dark side. Take a step into the heaven. Look around the scene, even the half of it. I'm walking the line between panic and losing my mind, embracing the madness. My devils, they whisper in my ear, deafening me with all my fears. I'm living in a nightmare. Parts of me I cannot hide. I've tried and tried a million times. Cross my heart and hope to die. Welcome to my dark side. സർ, ഇതാ സാറ് പറഞ്ഞ കേസിന്റെ ഫയൽ. ഓക്കെ ഫിലിക്സ്, അവർ മൂന്നുപേരും പോയോ? ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയണേ. ഇല്ല സാർ, അവർ പോയിട്ടില്ല, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ദെൻ യു ക്യാൻ ഗോ. ഓക്കെ സാർ. എടാ, ഇതേ നിങ്ങൾ മൂന്നുപേരും സാറ് വിളിക്കുന്നു. ഹലോ സാറേ, എന്താ ഞങ്ങളെ വിളിച്ചേ? അവിടെ തന്നെ നിൽക്കാണ്ട് മൂന്നും കയറി വേടാ. എന്താ എന്റെ പിള്ളേരെ, ഇങ്ങനെ കേസൊക്കെ അന്വേഷിച്ച് നടന്നാ മതിയോ? അത് ശരി, നല്ല ആളായി പറയുന്നേ. തീരുമ്പോ ഇന്ന് പണി എന്നിട്ടേ ഇപ്പൊ പറയണില്ലേ? പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വേറെ ആരുണ്ടടാ ഈ കറക്റ്റ് ഡേറ്റിൽ തന്നെ ആ ഒരു കേസിന്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നവര്? നിങ്ങളല്ലാണ്ട് പിന്നെ ഞാൻ ആരെ വിളിക്കും? മതി മതി, പൊക്കിയതും മതി, കാര്യം പറ. എടാ പിള്ളേരെ, നിങ്ങൾക്ക് അടുത്ത കേസ് തരാനല്ല ഞാൻ വിളിച്ചത്. ഇപ്പൊ ഒരു കേസ് അത് ക്ലോസ് ചെയ്തല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ഫസ്റ്റ് എടുക്കുക. 1 മാസമുണ്ട്, അടിച്ചു വിളിക്ക്. സീരിയസ് ആയിട്ടും? ആടാ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലേ? വേണമെങ്കിൽ ദൈവം ലെറ്റർ വായിച്ചു നോക്ക്. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോ വിളിക്കണട്ടാ. എടാ പിള്ളേരെ, വേഗത്ത് വാ, അർജന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, വേഗം വാ എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നോ, ഇത്തവണ ഞാൻ നിങ്ങളെ വിളിക്കത്തില്ല. ഈ മാസം നിങ്ങൾ ഫുൾ അടിച്ചു പൊളിച്ചോന്നേ. എന്നാ ഓക്കെ. പിന്നെ എന്റെ കോള് വരില്ലെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ശരി, കണ്ടപ്പോ പറയണ നോക്കിക്കേ. ഇല്ല ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്തായാലും 1 month ഉണ്ട്, പോയി അടിച്ചു വിളിക്കും ഫാമിലിയൊക്കെ ആയിട്ട്. ഇടക്ക് അവിടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? ചെല്ല്. ഓക്കെ, എന്നാ അടുത്ത കേസിൽ കാണാം. ഓക്കെ. ഹലോ മാഡം, ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, പോകണ്ടേ? അതെ, ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന്, നമുക്ക് വീട്ടിൽ പോകണ്ടേ? പോകാം. എന്നടാടി, എന്നാ പറ്റിയേ? ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. എന്ത്? എനിക്കൊന്നുമില്ല, വാ നമുക്ക് പോകാം.
ഇന്നെന്താ പറ്റിയേ? നേരത്തെ ആണല്ലോ. അത് ശരി, ഇപ്പൊ നേരത്തെ വന്നതാണോ കുഴപ്പം? സാധാരണ വരുന്ന ടൈം ആവണല്ലേ ഉള്ളൂ. ഇന്നിപ്പോ നേരത്തെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഓക്കെ. ഇതെങ്ങോട്ട് എന്നെങ്ങോട്ട് വിട്ട് ഞാനൊന്നുകൂടെ വിട്ട് ഞാനില്ല, ഞാനിപ്പോ കുളിച്ചോളൂ, എനിക്ക് ഇനി കുളിക്കണ്ട, എന്നെ വിട്. ആ സാരമില്ല, നമുക്ക് ഒന്നുകൂടെ വിളിക്കാം. വയോ? ഞാനില്ല, ഞാനിപ്പോ കുളിച്ചോളൂ, എനിക്കിനി കുളിക്കണ്ട. എടാ പട്ടി, എന്നെ താഴ്ത്തിറങ്ങടാ. അയ്യോ ദേനെ പൊക്കിക്കൊണ്ടുവന്നേ, ആരെങ്കിലും ഓടി വന്നേ. അയ്യോ ദേനെ പൊക്കിക്കൊണ്ട് പോണേ. അയ്യോ ആരെങ്കിലും ഓടി വാ. എഴുന്ന് ചുമ്മാതിരിക്കരി, ബഹളം വെക്കണ എന്തിനാ? നാട്ടുകാരോട് കൂടൂല ഞാൻ നിന്നെ റേപ്പ് ചെയ്യാന്നും പറഞ്ഞു. ആ അന്നെ വിട്. ഓക്കോ, ഞാൻ ഫ്രഷ് ആയിട്ട് വന്നേക്കാം. എന്ത് പറ്റി? എന്ത്? ഒന്നുമില്ല, നീ പോയി ഫുഡ് എടുത്ത് വയ്ക്ക്, ഞാൻ ഫ്രഷ് ആയിട്ട് വന്നോളാം. എന്നാ ഞാൻ പോയില്ലെങ്കിലോ? നീ പോണ്ട, നീ ഇവിടെ നിന്നോ, ഞാൻ പോണം. എന്താ? ഒന്നുമില്ല, ഞാൻ പോവാ. നീ ഇങ്ങോട്ട് പോണം, അവിടെ നിൽക്കുന്നേ ഇവിടെ. എന്താ? എന്താന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. നോറ, നല്ല വിശപ്പുണ്ട്, നീ ഫുഡ് എടുക്ക്, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന എന്തത്? നീ വരുമ്പോ എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ, അതാ. ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ എന്റെ ഹസ്ബൻഡിനോടാ പറഞ്ഞത് ഇതൊക്കെ മേടിക്കാൻ. നീ എന്തിനാ എനിക്ക് ഇതൊക്കെ തരുന്നത്? അയ്യോ, ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല, അവനതെല്ലാം മേടിച്ച്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോ അവൻ എന്നോട് ബാക്ക് സീറ്റിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് പോന്നല്ലോ, അതാ ഞാൻ. ലിയോന്തേ, അവൻ വന്നില്ലേ ഫുഡ് കഴിക്കാൻ? വന്നില്ല. എന്നാ നീ എല്ലാം എടുത്തു വെക്ക്, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. നിങ്ങൾക്ക് എന്തോന്ന്, അവൻ വന്നാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ആ, നീ വന്നാ? ഞാൻ നിന്നെ വിളിക്കാൻ റൂമിലേക്ക് വരുമായിരുന്നു. എന്താടാ? ഫുഡ് കഴിക്കാൻ വാ, വന്നിരിക്കുക. എടാ, എനിക്ക് വേണ്ട, നീ കഴിച്ചു. അതെന്താ നിനക്ക് വേണ്ടാത്ത? അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പൊ നിനക്ക് നല്ല വിശപ്പുണ്ടാവും, നീ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ നീ എന്താ വേണ്ടാന്ന് പറയണേ? വന്നിരുന്നേങ്ങാട്. യോഹ, നീ എന്തീ കാണിക്കുന്നേ? നീ എന്താ എനിക്ക് മാത്രം വിളമ്പണേ? നീ എന്താ അവന് വിളമ്പി കൊടുക്കാത്ത? അവനെന്താ കയ്യില്ലേ? അവന് വേണമെങ്കിൽ അവന് ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളും. എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. യോഹ, നീ ഇതെന്തൊക്കെയാ പറയണേ? എടാ, നീ ഒന്ന് നിർത്തിക്കേ, ഞാൻ കാണാൻ നിങ്ങൾ രണ്ടുപേരും ഇനി അടി ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണ്ടാന്ന്, പിന്നെ നീ നിർബന്ധിച്ചോണ്ട് ഞാൻ ഇരുന്നതാ. സാരില്ല, നീ കഴിക്ക്, എനിക്കിപ്പോ വിശക്കുന്നില്ല. ആ, എനിക്ക് അറിയായിരുന്നു. അവൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങത്തില്ലല്ലോ. ലിയോ, എന്താടാ, നീ കരയുമായിരുന്നോ? അല്ലടാ, കണ്ണിലെന്തോ പൊടി പോയതാന്നേ. നീ എന്നോട്
കള്ളം പറയാൻ നോക്കണ്ട. എടാ സോറി. എടാ എനിക്ക് അറിയില്ലടാ അവളെന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന്. നിനക്ക് ഒരുപാട് വേദനിച്ചല്ലേ? എടാ സോറിടാ. അത് സാരമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. അല്ല നീ എന്താ പോന്നേ? നീ കഴിക്കാണ്ട് ഞാൻ എങ്ങനെയാ? എടാ നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ഫുഡ് ഉണ്ടാക്കി ഇത്ര നേരം നോക്കിയിരുന്നത്. അപ്പൊ നീ കഴിക്കാണ്ട് വന്നാ അവൾക്ക് എന്തോരം സങ്കടവും. നീ ചെല്ല്, നീ പോയി കഴിച്ചിട്ട് വാ. അപ്പൊ നീയോ? നിനക്ക് വിശക്കുന്നില്ലേ? എന്റെ വിശപ്പൊക്കെ പോയിടാ, എനിക്ക് വിശക്കുന്നില്ല. ചെല്ല്, നീ പോയി കഴിച്ചിട്ട് വാ. നീ കഴിക്കാണ്ട് എനിക്കും വേണ്ട. എടാ അങ്ങനെ പറയില്ലേ, ചെല്ല് പോയി കഴിച്ചിട്ട് വാ. ഞാൻ പറഞ്ഞതാ, നീ കഴിക്കാണ്ട് എനിക്ക് വേണ്ട. ആ ഓക്കെ, ഞാൻ കഴിക്കാം, നീ വായോ. തേരിറങ്ങുകിലേ മഴത്തൂവലൊന്നു തരുമോ? നോവലിഞ്ഞമിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാനും. ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. ഒരുമിച്ച് കഴിക്കൂ, ഒരുമിച്ച് പോകൂ, ഒരുമിച്ച് വരൂ. നാളെ തൊട്ട് ഞാൻ കാണിച്ചുതരാം. എവിടെയാടി നീ? അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ? ഒരു വാക്കിനും അകലെ നീ എങ്കിലും അരികിൽ ഞാനെന്നും. മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ. അഴകേ വാ അരികേ വാ, മലരേ വാ തിരികെ വാ. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരൊക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരിക്കൂലേ? ഇരിക്കട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്തായാലും അധികം നാൾ കാണത്തില്ല അവരുടെ സന്തോഷം. തീർത്തിരിക്കും ഞാൻ. എൻ്റെ ഫാമിലിയെ തൊട്ട് കളിച്ച ഒഴുത്തനെ പോലും ഞാൻ ബാക്കി വെക്കത്തില്ല. കാത്തിരുന്നു നീയൊക്കെ. വാ, ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് ഉണ്ടാക്കാനാ? അപ്പൊ നീ ഉണ്ടാക്കിയില്ലേ? ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല. അതിന് ജസ്റ്റ് ചാനും താരേശും നാളെ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വന്ന് ഫ്രഷ് ആവുന്ന നേരം കൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്താ ഞാനിരുന്നേ. അതെങ്ങനെയാ? അരമണിക്കൂർ കുടിക്കേണ്ടത് ഇപ്പൊ 1.5 മണിക്കൂർ എടുത്തു. എടി എനിക്ക് വിശക്കുന്ന. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേഗം കഴിക്കണമെങ്കിൽ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. വായു. ഓക്കെ. കണ്ണാടി വാ നെഞ്ചോട്